ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 13 ചൊവ്വാഴ്ച മംഗളഗൗരി വ്രതമാണ്. അന്നത്തെ ദിവസം സ്ത്രീകൾക്ക് സർവ ഐശ്വര്യത്തിനും വേണ്ടി എടുക്കാൻ പറ്റുന്ന ഒരു വ്രതമാണ് മംഗളഗൗരി വ്രതം. ചില പ്രത്യേകതകളൊക്കെയുണ്ട് ആ വ്രതത്തിന്. അതായത് വിവാഹിതരായ സ്ത്രീകൾക്ക് ഈ വ്രതം എടുക്കാം. അവരത് എടുക്കുന്നത് അവരുടെ കുടുംബ ഐശ്വര്യത്തിനും ഭർത്താവിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും പൊതുവായി അവരുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ല ഒരു ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അവിവാഹിതരായ പെൺകുട്ടികൾക്കും ഈ വ്രതം എടുക്കാം. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്. ഈ രണ്ടാളുകളുമാണ് ഈ വ്രതം എടുക്കുന്നത്. സാധാരണയായി സ്ത്രീകളാണ് മംഗളഗൗരി വ്രതം എടുക്കുന്നത്. ആണുങ്ങൾക്കും പ്രാർത്ഥിക്കാം, വ്രതം എടുക്കാം, അതിലൊന്നും ദോഷമില്ല. എങ്കിലും ഇത് സ്ത്രീകളുടെ ഒരു വ്രതമാണ്. അവരാണ് കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ഈ വ്രതം എടുക്കുന്നത്. കാരണം ഇത് പാർവതി ദേവിയാണ് ഈ വ്രതത്തിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇനി എങ്ങനെയാണ് വ്രതം എടുക്കുന്നത്? വ്രതം എടുക്കുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ ശുദ്ധാഹാരത്തിലൊക്കെ ഇരിക്കുക. വ്രതത്തിൻ്റെ ആ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിക്കുക. കുളിച്ചതിന് ശേഷം നമ്മൾ ഭഗവാൻ പരമശിവൻ്റെയും ശ്രീ പാർവതിയുടെയും കൂടെ ഉള്ള ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ, അതല്ലെങ്കിൽ ദേവിയുടെ ഫോട്ടോ, രണ്ടുപേരും രണ്ടായിട്ടാണ് ഫോട്ടോ ഉള്ളതെങ്കിൽ രണ്ട് ഫോട്ടോയും ഒരു ചുവന്ന തുണി വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കണമെന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ ഫോട്ടോകളെല്ലാം നന്നായി അലങ്കരിക്കണം. പറ്റുന്നിടത്തോളം നമുക്ക് അലങ്കാരങ്ങൾ ചെയ്യാം. ഈ ഫോട്ടോ അതിനു മുമ്പ് നമ്മുടെ കയ്യിൽ പനിനീരുണ്ടെങ്കിൽ പനിനീര് ഉപയോഗിച്ച് ഫോട്ടോയൊക്കെ നന്നായി തുടച്ച് അതിലെന്തെങ്കിലും അഴുക്കുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. ഈ ചുവന്ന പട്ടുതുണിയിൽ നമ്മുടെ ഈ ഫോട്ടോകളെല്ലാം വെക്കുക. രണ്ടുപേരും കൂടെ ഒന്നിച്ചുള്ള ഫോട്ടോയാണെങ്കിൽ അത് വെക്കുക. നമ്മുടെ കയ്യിൽ എങ്ങനെയാണോ ഉള്ളത് അതനുസരിച്ചിട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ അലങ്കരിക്കുക, വിളക്ക് കത്തിക്കുക. ഈ വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയ വിളക്ക് കൊണ്ട് കത്തിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് വിളക്കുണ്ടാക്കാം. ആ വിളക്കിൽ ഒന്നുകിൽ ഒറ്റ വിളക്കായിട്ടുണ്ടാക്കാം, അതിൽ 16 തിരിയിട്ട് കത്തിക്കാം. അതല്ലെങ്കിൽ 16 വിളക്കുകൾ ഉണ്ടാക്കാം. എന്നിട്ട് ആ 16 വിളക്കുകളും കത്തിക്കാം. രാവിലെയും വൈകുന്നേരവും കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഏതെങ്കിലും ഒരു നേരമേ കത്തിക്കാൻ പറ്റുന്നുള്ളെങ്കിൽ ആ ഒരു നേരമെങ്കിലും കത്തിക്കുക. എന്തായാലും 16 വിളക്കുകൾ കത്തിക്കുക, 16 തിരികൾ. അത് ഒറ്റ വിളക്കിലാണെങ്കിൽ ഒറ്റ വിളക്ക്, അതല്ല 16 വിളക്കുകളായിട്ടാണെങ്കിൽ 16 വിളക്ക്, അങ്ങനെ കത്തിക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് നൈവേദ്യമാണോ ഭഗവാനും ദേവിക്കും വെക്കുന്നത് അതും 16 എണ്ണം. ഇനി ഗ്രാമ്പു ആണെങ്കിൽ 16 ഗ്രാമ്പു, അതല്ല ഏലക്കയാണെങ്കിൽ 16 ഏലക്ക, മധുര പലഹാരങ്ങളാണെങ്കിൽ 16 എണ്ണം, പഴവർഗ്ഗങ്ങളാണെങ്കിൽ 16, എന്താണെങ്കിലും 16 എണ്ണം വെക്കുക. ആ രീതിയിൽ വേണം നമ്മൾ ഭഗവാന് ദേവിക്ക് പ്രസാദമായി സമർപ്പിക്കാനുള്ളത്. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കുക. നമുക്ക് ലളിതാ സഹസ്രനാമം ചൊല്ലാം. അതുപോലെ ദുർഗാ സപ്തശ്ലോകി ജപിക്കാം. അമ്മേ നാരായണ, ദേവി നാരായണ എന്നുള്ള നാമം ജപിക്കാം. എന്ത് ജപിച്ചാലും 16 തവണ ജപിക്കണം. പിന്നെ മറ്റൊരു നാമമാണ് 16 തവണ ജപിക്കാൻ പറ്റുന്ന ഈ ദിവസത്തെ ഒരു പ്രത്യേക നാമം, ഓം ഗൗരീ ശങ്കരായ നമ. ഇത് 16 തവണ ജപിക്കാം. 16 തവണ പല ആവർത്തികൾ ജപിക്കാം. ഒരു തവണ 16 തവണ ജപിച്ചു, വീണ്ടും 16 തവണ നമുക്ക് ജപിക്കാം. ദിവസം മുഴുവൻ നമുക്ക് ജപിക്കാം. ഇനി വ്രതം എടുക്കുന്ന രീതി എന്ന് പറയുന്നത്, ആഹാര രീതി എന്ന് പറയുന്നത്, ഒന്നിൽ പഴങ്ങൾ മാത്രം കഴിച്ചിരിക്കാം, പഴവും പാലും, അതല്ലെങ്കിൽ വെള്ളം കുടിച്ചിരിക്കാം, അതല്ലെങ്കിൽ ഉപവസിക്കാം, അതല്ലെങ്കിൽ ആഹാരം കഴിക്കുകയാണെങ്കിൽ ഉപ്പില്ലാത്ത ഭക്ഷണം കഴിക്കുക എന്നതാണ് പ്രധാനം. ഈ വ്രതം എടുക്കുന്നത് ചൊവ്വാദോഷമുള്ളവർക്ക് ഈ വ്രതം എടുക്കാം. ചൊവ്വാദശ സന്ധി, ചൊവ്വാദശ കാലത്ത് ഇപ്പം ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് എടുക്കാം.
ചൊവ്വയുടെ ദോഷം ജാതകത്തിലുണ്ടെങ്കിൽ അതെടുക്കാം. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് എടുക്കാം. നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനു വേണ്ടിയിട്ടെടുക്കാം. ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഈ വ്രതം എടുക്കാം. സർവ്വ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും ഈ വ്രതം എടുക്കാം. ഇനി നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ദിവസം സുന്ദരകാന്ഡം പാരായണം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ശ്രീ പാർവതിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ചൊവ്വയുടെ ദോഷം വളരെ കൂടുതലാണെങ്കിൽ ഈ ചൊവ്വാഴ്ച ദിവസം മധുര പലഹാരങ്ങൾ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതും ഈ 16 എണ്ണമായിട്ട് വിതരണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ 2 പിടി ചെറുപയർ ഒരു ചുവന്ന തുണിയിൽ കെട്ടിയിട്ട് ആർക്കെങ്കിലും ദാനം ചെയ്യുന്നതും നല്ലതാണ്. ചൊവ്വയുടെ ദോഷം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി അന്നത്തെ ദിവസം നമ്മൾ, അതായത് വ്രതമെടുക്കുന്ന ആളുകൾ ഒരു കാരണവശാലും കറുപ്പ്, അതുപോലെ തന്നെ ചാര കളറ്, അതുപോലെ കടും തവിട്ട് കളറ് ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊന്നും ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഉത്തമമായിട്ട് ധരിക്കാൻ പറ്റുന്ന കളറുകളെന്ന് പറയുന്നത് പച്ച, ചുവപ്പ്, പിങ്ക്, മഞ്ഞ ഇത്രയും വസ്ത്രങ്ങൾ നിറമുള്ള വസ്ത്രങ്ങൾ നമുക്ക് ധരിക്കാം. അതുപോലെ തന്നെ സ്ത്രീകൾ നന്നായി നല്ല സുന്ദരികളായിരിക്കണം അന്നത്തെ ദിവസം. നന്നായി അവർ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ഭംഗിയായിരിക്കണം അന്നത്തെ ദിവസം അവരെ കാണാനായിട്ട്. അതുകൊണ്ട് ഓവർ മേക്കപ്പ് ഇടണമെന്നല്ല, എന്നാലും വലിച്ചു വാരിയൊന്നും നടക്കരുത്. നല്ല സുന്ദരികളായിട്ടിരിക്കണം. അങ്ങനെ വേണം നമ്മൾ ഭഗവാനോടും ദേവിയോടും പ്രാർത്ഥിക്കാനായിട്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ഈ സ്വന്തമായി വിളക്കുണ്ടാക്കി കത്തിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഗോതമ്പ് കൊണ്ട് വിളക്കുണ്ടാക്കേണ്ടതെന്ന് ഞാൻ നമ്മുടെ സെക്കൻഡ് ചാനൽ, അതായത് കൗസ്തുഭം വെജ് ഫുഡ്സിൽ ഇട്ടേക്കാം. ആ ചാനലിൽ പോയാൽ ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെ വിളക്കുണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കി അതേപോലെ വിളക്കുണ്ടാക്കാം. 16 വിളക്കുകളാണ് കത്തിക്കേണ്ടത്, അല്ലെങ്കിൽ 16 തിരിയിട്ട് ഒറ്റ വിളക്ക് കത്തിക്കണം. അത് നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കി കത്തിക്കുകയാണെങ്കിൽ വളരെ വിശേഷമാണ്. ആ വിളക്ക് കത്തിച്ചതിന് ശേഷം, നമ്മൾ ഈ ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കിയ വിളക്ക് കത്തിച്ചതിന് ശേഷം നമുക്ക് ആ വിളക്ക് ഏതെങ്കിലും വെള്ളത്തിൽ ഒഴുക്കിക്കളയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അല്ലാതെ നമ്മൾ വഴിയിലൊന്നും വലിച്ചെറിഞ്ഞ് കളയരുത്. അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം അതൊരു വെള്ളത്തിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ആ വെള്ളത്തിൽ കുറച്ചൊക്കെ അലിഞ്ഞു പോവും. അതിനുശേഷം അത് ഏതെങ്കിലും ചെടിയുടെ ചോട്ടിൽ, തുളസി ചെടിയുടെ ചോട്ടിലോ അങ്ങനെ എവിടെയെങ്കിലും ഇട്ടേക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രീതിയിലാണ് ഈ വ്രതം എടുക്കേണ്ടത്. വളരെ വിശേഷമാണ് ഈ വ്രതം എടുക്കുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ. അതുപോലെ ഈ ചൊവ്വാ ദോഷ സംബന്ധമായ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, ചൊവ്വാ ദശാകാലത്തുള്ളവരൊക്കെ ഈ വ്രതം എടുക്കണം. ഇതിനൊരു കഥയുണ്ട്. ഒരിക്കൽ ഒരാളും വ്യാപാരിയായിരുന്നു. അയാളും അയാളുടെ ഭാര്യയും വളരെ കാലം മഹാദേവനെ പ്രാർത്ഥിച്ചിട്ട് അവർക്കൊരു പുത്രനെ ലഭിച്ചു. പക്ഷേ ഈ പുത്രൻ്റെ ജാതകത്തിൽ ഈ പുത്രൻ പാമ്പ് കടിയേറ്റ് 16 വയസ്സിൽ മരിക്കുമെന്ന് ജാതകത്തിലുണ്ടായിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഇക്കാര്യം അങ്ങ് മറന്നുപോയി. അങ്ങനെ ഈ കുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇവരറിയുന്നത് ഇങ്ങനെയൊരു പ്രശ്നം ഈ കുട്ടിയുടെ ജാതകത്തിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് അവർ ഓർക്കുന്നത് ആ വിവാഹത്തിന് ശേഷമാണ്. ഈ കാര്യം അറിഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെയധികം സങ്കടപ്പെടുകയും അവർ ഒരു പൂജാരിയോട് ഈ വിധം കാര്യങ്ങൾ പറയുകയും ചെയ്തു. ആ പൂജാരിയുടെ നിർദ്ദേശം അനുസരിച്ച് ആ പെൺകുട്ടി ഈ വ്രതം, മംഗളഗൗരി വ്രതം വിധിയാവണ്ണം എടുക്കുകയും അതിനുശേഷം അയാളുടെ അങ്ങനെയുള്ള ദോഷം മാറുകയും ചെയ്തു. അതിനുശേഷം എല്ലാവരും ഈ വ്രതം എടുക്കുകയും തങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നതിന് വേണ്ടി ഭഗവതിയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാണ് വ്രതകഥ പറയുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ ചൊവ്വാഴ്ച ദിവസം ഇങ്ങനെ സ്വന്തമായി വിളക്കുണ്ടാക്കി കത്തിച്ച് ദേവിയോട് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഫലം ചെയ്യും. എല്ലാവരും അങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. വിളക്കുണ്ടാക്കാൻ അറിയാൻ മേലാത്തവർ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അതും കൂടെ ഒന്ന് കണ്ട് അതേപോലെ വിളക്കുണ്ടാക്കി പ്രാർത്ഥിച്ചോളൂ. ഹരേ കൃഷ്ണ.